اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ എങ്ങനെയാണ് ഒരു വിശ്വാസി ഫന ആകേണ്ടത്? ബഹുമാനപ്പെട്ട സയ്യിദി സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിലയം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു മഅയ്യത്ത് ഖാസിൻ്റെ ബന്ധമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓരോ പ്രവർത്തനങ്ങളുടെ തുടക്കവും ഒടുക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കണം. ഒരാൾ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. ഉണരുന്ന സമയത്ത് ആ ചെല്ലുന്ന ദിക്റോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. ഒരാൾ കിടക്കാൻ നിൽക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഒരുപാട് ദിക്റുകളുണ്ട്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. ഒരാൾ ഒരു എഴുതാൻ നിൽക്കുകയാണ്. തുടങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. അത് അവസാനിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ പേരിൽ എന്ത് ചെയ്യുക? സ്വലാത്തില്ല. ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. പുറപ്പെടാൻ ആരംഭിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. ആ യാത്ര അവസാനിച്ചു കഴിഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തില്ല. അവൻ്റെ ഏതൊരു കാര്യം അവൻ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിപ്പോൾ എന്തത്ര പ്രയാസം എന്ന് തോന്നും. പക്ഷേ സത്യത്തിലെ പ്രയാസം തന്നെയാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ആരോ ഓർക്കുന്നുണ്ട്, നമ്മളെ മനസ്സിലേക്ക് ആരോ ഓടിയെത്തുന്നുണ്ട്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയെത്തണം. എന്നാലേ ഈ സ്വലാത്ത് ഇങ്ങോട്ട് വരുള്ളൂ, അല്ലേ? എന്നാലേ ഈ സ്വലാത്ത് നമുക്കിട്ട് വരുള്ളൂ. റസൂലുള്ളാഹിൻ്റെ ഓർമ്മയുണ്ടായിരിക്കുമ്പോഴേ ഈ സ്വലാത്ത് റിമ റസൂലുള്ള അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെ തുടക്കവും ഒടുക്കവും മധ്യവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവരുമ്പോൾ അവൻ്റെ റൂഹിന് അത് വല്ലാത്ത ഉന്മേഷക്കാരൻ. അവൻ്റെ ആത്മാവുണ്ടല്ലോ, ആത്മാവിന് വല്ലാത്ത ആനന്ദത്തിൻ്റെ ഒരു സമയക്കാരൻ. എന്താ കാരണം? നമ്മളെ റൂഹ് എന്ന് പറഞ്ഞാൽ ആരാ? അബുൽ അർവാഹാണ്. അള്ളാഹിൻ്റെ റസൂൽ ആരാ? അബുൽ അർവാഹാണ്. റൂഹുകളുടെ പിതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ഔമെന്നാണ് പിന്നെ ജുസ്ഇയാത്തുകളൊക്കെ പിന്നെ ഔമെന്നാണ്. എല്ലാം ഔമെന്നുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ പേര് കേൾക്കുമ്പോൾ, ആ സ്വലാത്ത് കേൾക്കുമ്പോൾ എന്തുണ്ടാവും? റൂഹിന് പ്രത്യേകമായ എന്തുണ്ടാവും? ഒരു ആനന്ദം ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ദിവസം ഇങ്ങനെ ഇന്നും നാളെയും മറ്റന്നാളും തുടർച്ചയായി നമ്മൾ ഓരോ കാര്യങ്ങളിലും റസൂലുള്ളാഹിൻ്റെ ഓർമ്മയും ആ സ്വലാത്തും ഇങ്ങനെ കൊണ്ടുവരും. അപ്പം ആര് വരും? ലഅനത്താക്കപ്പെട്ട ആൾ വരും. എന്ത് മനുഷ്യങ്ങളെ ചെയ്യും? എന്താ സ്വലാത്ത് മാത്രമേ ഉള്ളൂ? ഇപ്പോൾ സ്വലാത്ത് മാത്രമേ ഉള്ളൂ? പരിശുദ്ധ ഖുർആനിലെ ഒരുപാട് ദിക്റുകളില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റില്ലേ? യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ ദിക്റില്ലേ? യാ ലത്തീഫ് എന്ന് പറഞ്ഞ ദിക്റില്ലേ? അസ്മാഉൽ ഹുസ്ന അല്ലേ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ഇങ്ങനെ എന്ത് ചെയ്യും? നമുക്കിങ്ങനെ പറഞ്ഞുതരും. നമ്മൾ വിചാരിക്കും സംഭവം ശരി തന്നെയാണ്. കാരണം അള്ളാഹിൻ്റെ ഇസ്മിനേക്കാൾ വലുത് വേറൊന്നുമില്ലല്ലോ നമ്മൾ വിചാരിക്കും. അള്ളാഹിൻ്റെ ഇസ്മിനേക്കാൾ വലുത് വേറൊന്നുമില്ലല്ലോ. അത് ശൈത്താൻ്റെ ഒരു ഐഡിയയാണ്. ശൈത്താൻ്റെ ഒരു നമ്മളെ വസ്വാസ് ഉണ്ടാക്കാനും
നമ്മളതിന് തെറ്റിക്കാനുള്ളൊരു ഐഡിയയാണ് ആര് ശൈത്താൻ അവിടെ കളിക്കുന്നത്. കാരണം പരിശുദ്ധ ഖുർആൻ്റെ ഒരു ഹർഫ് പറഞ്ഞ ഒരു ഹർഫിന് എത്ര? 1ന് 10 1 മുതൽ 10 മുതൽ 70 വരെ കൂലിയാണ് ഏതിന്? പരിശുദ്ധ ഖുർആൻ്റെ ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ സ്വലാത്ത് എന്ന് പറഞ്ഞ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ റസൂലുള്ളാഹിക്ക് ചെല്ലുമ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മളിങ്ങനെ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് അവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ട്, മലായിക്കത്തിൻ്റെ റഹ്മത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അതിന് എത്രയാണ് കൂലി എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഇസ്മിന് തന്നെയാണ് എന്ത് ഏറ്റവും പവറായി തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ചെയ്യുന്ന റഹ്മത്ത് നോക്കുമ്പോൾ സ്വലാത്തിൻ്റെ കൂലി പ്രവിശാലമാണ്. എത്രയാണ് എന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. ഇപ്പം നമ്മൾ മുമ്പൊരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മക്കത്ത് ഒരാൾ നിസ്കരിച്ചാൽ എത്ര? 1,00,000 നിസ്കരിച്ച കൂലിയാണ്. മക്കത്തെ ഒരു റക്കാത്തും ഇവിടുത്തെ ആ ഒരു റക്കാത്തിനോട് ഇവിടുത്തെ നിസ്കാരം കടപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 1,00,000 നിസ്കരിക്കണം. മദീനത്ത് നിസ്കരിച്ചാലോ, മദീന പള്ളി നിസ്കരിച്ചാലോ 1000 റക്കാത്തിൻ്റെ കൂലിയാണ്. മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചാലോ 100 റക്കാത്തിൻ്റെ കൂലിയാണ്. എന്നാൽ മാബൈന ബൈത്തി വ മിമ്പരി, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ ഒരു തോപ്പാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ സ്ഥലത്ത് നിസ്കരിച്ചതിൻ്റെ കൂലി മഹാന്മാർ പറയുന്നു എത്രയാണെന്ന് പറയാൻ കഴിയില്ല, അത്ര കൂലിയാണ്. അതേപോലെയാണ് നമ്മൾ ചെല്ലുന്ന സ്വലാത്തിൻ്റെ കൂലി എത്രയെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ ചെല്ലുന്ന സ്വലാത്തിൻ്റെ പവർ കൊണ്ടാ അല്ല, നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അബ്ദിലേക്ക് വരുന്നുണ്ട്. ആ റഹ്മത്തിൻ്റെ പവർ എത്രയാണ് എന്ന് ഒരാൾക്കും എന്ത് ചെയ്യാൻ കഴിയില്ല, മനസ്സിലാവണം. അതാണ് നമ്മൾ ഓരോ സ്വലാത്ത് ചെല്ലുമ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. അള്ളാഹു താലാൻ്റെ സ്വലാത്ത് പോലെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാണ്? ഓരോ സമയം ഇവൻ്റെ ദറജ ഇങ്ങനെ കൂടി വലിയ ദറജയിലേക്ക് ഇവൻ എത്തുകയാണ്. പിന്നെയും ഓരോ ഹറക്കാത്ത് സക്കനാത്തിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവൻ്റെ ഓർമ്മയിൽ എങ്കിൽ പിന്നെ അവന് റസൂലുള്ളാഹിയിൽ അങ്ങോട്ട് വിലയം പ്രാപിക്കാൻ ആത്മാവ് ആനന്ദത്തിൻ്റെ പരകോടിയിലായിരിക്കും. ആനന്ദത്തിൻ്റെ പരകോടിയിൽ ആറാടിക്കൊണ്ടിരിക്കുകയാര്? നമ്മളെ ആത്മാവ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദി അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു കാലഘട്ടം അവസാനമാകുന്ന സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പിടിവള്ളി ഏതാന്നേ പറഞ്ഞത്? സ്വലാത്ത്. എന്താണ് ആ സ്വലാത്ത് എന്ന് പറയാൻ കാരണം? സ്വലാത്ത് കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന, കാരണം അള്ളാൻ്റെ റഹ്മത്ത് അത്രത്തോളം ഇറങ്ങുന്ന വേറെ ഒരു അമലില്ല എന്നാണ്. അപ്പോൾ നിരന്തരമായ സ്വലാത്തിലൂടെ അവൻ്റെ ഓർമ്മയിലും ആര് വന്നു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ പിന്നെ അവൻ്റെ ഉറക്കിലും ആരെന്നെ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. ഉണർവിലും ആരെന്നെ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. അപ്പം നമ്മൾ ഈജിപ്തിലേക്ക് പോയപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബി ജംറ എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. ഇബ്നു അബി ജംറ എന്ന് പറയുന്ന മഹാൻ്റെ ദർഗയിൽ പോയി. ആ മഹാൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ഹിക്കമിൻ്റെ മുസന്നിഫാണ്. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനെ മനാമിൽ കണ്ടപ്പോൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മശരിക്കിലും മഗ്രിബിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരിഫുണ്ട്, ആ ആരിഫിനെ നിങ്ങളെന്താ സിയാറത്ത് ചെയ്യാത്ത ചോദിച്ചു. അപ്പോൾ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ ആരാണത്? മശരിക്കിലും മഗ്രിബിലും നിറഞ്ഞു നിൽക്കുന്ന ആരിഫ് ആരാണ്?
അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ഇബ്നു അബി ജംറ എന്ന് പറയുന്ന മഹാനാണ്. റസൂലുള്ളാഹിനെ 70 തവണ ഉണർവിൽ കണ്ടാലാണ് ആര്? ഇബ്നു അബി ജംറ റളിയല്ലാഹു അൻഹു. നമ്മളവിടെ സിയാറത്ത് ചെയ്തില്ലേ? ഇബ്നു അബി ജംറ റളിയല്ലാഹു 70 തവണ ഉണർവിൽ കണ്ട ആളാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ നിങ്ങൾ ഇബ്നു അബി ജംറയുടെ ഖബറിൻ്റെ ചാരത്ത് മറമാടണേ എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് പരന്ത് ഖബറുള്ളത്. അപ്പോൾ റസൂലുള്ള എപ്പോഴും നമ്മുടെ ചിന്തയിലും ഓരോ പ്രവർത്തനങ്ങളിലും സ്വലാത്തായി ഹുബ്ബായി കടന്നു വരുമ്പോൾ പിന്നെ നമ്മൾ മനാമിൽ റസൂലുള്ളാഹിനെ കാണും, ഉണർവിൽ ആരെ കാണും? റസൂലുള്ളാഹിനെ കാണും. അതൊന്നും എന്തില്ല, പാപികളാകുന്ന ആളുകൾക്ക് പോലും ആരെ കാണാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കഴിയുന്നാണ് അല്ലാമ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാബിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ എന്ത് ചെയ്യണത് പറയുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലും യഖ്ലത്തിലും കാണുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്വലാത്ത് കൊണ്ട് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.